എന്താ നമ്മുടെ കുട്ടികൾ നമ്മുടെ ചീത്ത സ്വഭാവങ്ങൾ മാത്രം റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നതെന്ന് തോന്നാത്ത പേരൻസ് ഉണ്ടാവൂല അല്ലെ? ഒരുതരം ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയതാണോ എന്ന് പോലും, ജീനിലൂടെ കുട്ടികൾക്ക് കിട്ടിയതാണോ എന്ന് പോലും തോന്നരുത്. എന്റെ എല്ലാ നെഗറ്റീവ് മാത്രം കുട്ടിക്ക് ജീനിലായിട്ട് കിട്ടിയോ എന്ന് അതുമല്ല ചിന്തിക്കുന്ന പേരൻസ് ഉണ്ടാവത്തില്ല. അതുമല്ല ചിലപ്പോ എനിക്ക് എന്തൊക്കെ നല്ല ഗുണങ്ങളുണ്ട് എന്നിട്ട് നിനക്ക് ഇതൊക്കെയാണോ റിഫ്ലക്ട് ചെയ്യാൻ കിട്ടിയത് എന്ന് വരെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഉം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉറപ്പായിട്ട് നമ്മളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടാൻ പാടില്ലാത്ത കുറച്ച് ഹാബിറ്റ്സിനെ പറ്റിയാണ്. കാരണം പേരൻസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പം ജീനൊക്കെ അപ്പുറം തന്നെ ആ ഒരു ഒരേ എൻവയോൺമെന്റിൽ, അത് പേരന്റിന്റെയും കുട്ടിയുടെ ഒരേ എൻവയോൺമെന്റിൽ അവർക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി ഒരു ഒരു ആളെ കിട്ടുകയാണ്. അവര് ലുക്കപ്പ് ചെയ്യുന്ന ഒരാൾ, എസ്പെഷ്യലി വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ലുക്കപ്പ് ചെയ്യുന്നത് പേരൻസിനെയാണ്. അതും ഒരുപാട് റോൾ മോഡലുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ. ഇപ്പൊ ഒരു ഫ്ലാറ്റിൽ ജീവിക്കുന്നു, എക്സ്പാട്രിയോട്സ് ആയിട്ട് ജീവിക്കുന്നു. ഇപ്പം പുറത്ത് ഇന്ത്യക്ക് പുറത്ത് അവരൊരു സ്മോൾ കമ്മ്യൂണിറ്റിയിലേക്ക് ജീവിക്കും. അപ്പം ഒരുപാട് ഫാമിലി മെമ്പേഴ്സിനെയോ വേറെ ആളുകളെയോ ഒന്നും ആ കുട്ടികളെ എക്സ്പോസ്ഡ് ആവാതെ തന്നെ നിൽക്കുമ്പം അവര് ഇനിയിപ്പോ ഈവൻ എക്സ്പോസ്ഡ് ആണെങ്കിൽ പോലും അവർ പ്രൈമറി ആയി കാണുകയും അവർ ലുക്കപ്പ് ചെയ്യുന്നത് പേരൻസിനും. അത് അങ്ങനെയാണ് വേണ്ടത്. കാരണം കുട്ടികൾ പേരൻസിനെ ലുക്കപ്പ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതില്ലെങ്കിൽ അത് വേറൊരു പ്രശ്നമാണ്, അത് വേറെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതാണ്. അപ്പൊ അത് നെഗറ്റീവ് സാധനങ്ങളും ഈ ലുക്കപ്പിലൂടെ കയറി വരും കുട്ടികളിലേക്ക്. അവിടെ ഒന്ന് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമല്ല, പലപ്പോഴും നമുക്ക് അതാണ് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്യുന്നതെങ്കിലും അത് മാത്രമല്ല കുട്ടികൾക്ക് കിട്ടുന്നതെന്നുള്ളതാണ്. നമ്മുടെ പോസിറ്റീവ് സാധനങ്ങൾ ഡെഫിനറ്റ്ലി കുട്ടികളിലേക്ക് പോകും. അതെ. അപ്പൊ ആ ഒരു എൻവയൺമെന്റ്, സ്പെഷ്യലി ചൈൽഡ്ഹുഡിൽ നമ്മൾ കൊടുക്കുന്ന എൻവയൺമെന്റ് എന്ന് പറയുന്നത് ഈവൻ ജനറ്റിക്കലി അവർക്ക് കിട്ടിയ പല ഹാബിറ്റ്സിനെയും പല ക്യാരക്ടറിസ്റ്റിക്സിനെയും പ്രോമിനന്റ് ആക്കുന്നുണ്ടോ അതോ ഡോർമെന്റ് ആയി അവരിൽ നിൽക്കുന്നുണ്ടോ എന്ന് വരെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ചൈൽഡ്ഹുഡിലെ അവരുടെ എൻവയൺമെന്റ്. അപ്പൊ അതിൽ ആസ് പ്രൈമറി കെയർ ഗിവേഴ്സ് നമ്മൾ കൊടുക്കുന്ന ഓരോ ഇൻഫർമേഷനും നമ്മളിൽ നിന്ന് ഓരോന്ന് അബ്സോർബ് ചെയ്യുന്നത് പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം അവരിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുന്നതും നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നതും അവരുടെ നെഗറ്റീവ്സ് ആയിരിക്കാം, നമ്മുടെ നെഗറ്റീവ്സ് അവരിൽ കാണുന്നതായിരിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ അല്ല, ഇതിപ്പോ പേരൻസ് അവരുടെ കാര്യത്തിലും പറയുന്നുണ്ട്, എന്റെ ഫാദർ ഇങ്ങനെ ആയതുകൊണ്ട്, എന്റെ മദർ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നുള്ളത്. പക്ഷെ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്റെ ഫാദർ ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് പെരുമാറിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ ആവണം എന്നുള്ളത് ഒരു ചോയ്സ് ആണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഹ്യൂമൻസിന് മാത്രം പറ്റുന്ന ഒരു ചോയ്സ് ആണ്. അതാണ് നമ്മളെ മനുഷ്യരാക്കുന്ന ഒരു കാര്യം. അത് തന്നെയാണ്, നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും. എന്റെ സിറ്റുവേഷൻ ഇങ്ങനാണെങ്കിലും, എന്റെ ആളുകൾ ഇങ്ങനാണെങ്കിലും, എന്റെ ചുറ്റുമുള്ളവർ ഇങ്ങനാണെങ്കിലും എനിക്ക് അതിൽ നിന്നും വഴിമാറി സഞ്ചരിക്കാം. ഐ ക്യാൻ മേക്ക് എ ഡിഫറൻസ് അമംഗ് യു എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ട്. ദർ ആർ സ്റ്റഡീസ് ആക്ച്വലി. ഇപ്പം അറിയാം, ഈ ഡ്രഗ് അഡിക്ഷനുമായി ബന്ധപ്പെട്ട് ട്വിൻസിനെ എടുക്കുന്നു. അപ്പം ജനറ്റിക്കലി എന്താ പറയാ, അഡിക്ഷനിലേക്ക് പോകാനുള്ള ട്രയറ്റ്സ് കൂടി നിൽക്കുന്ന രണ്ട് ട്വിൻസിനെ എടുക്കുന്നു. അവര് ബർത്തിൽ തന്നെ സെപ്പറേറ്റഡ് ആയിട്ട് വേറെ സ്ഥലങ്ങളിൽ വളരുന്ന ആളുകളെ എടുക്കുന്നു. അതായത് ദർ ഓൾമോസ്റ്റ് ഈക്വൽ, എന്താ പറയാ എന്ന് പറയുന്ന ജനറ്റിക് ഓൾമോസ്റ്റ് എൻവയോൺമെന്റ് ഡിഫറെന്റ്. ഇങ്ങനെ വളരെ, അതായത് ഒരു ബെറ്റർ എൻവയോൺമെന്റിൽ വളരുന്ന കുട്ടി ഒരു അഡിക്ഷനിലേക്ക് പോകാതിരിക്കുകയും അവരുടെ ജനറ്റിക് ട്രയൽസ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നെങ്കിൽ പോലും അവർ പോകാതിരിക്കുന്നു, മറ്റൊരാള് അതിലേക്ക് പോകുന്നു അത്തരം സിറ്റുവേഷൻസിൽ. അപ്പം നമ്മുടെ ഒരു സിറ്റുവേഷനും അവിടെ നമ്മൾ എടുക്കുന്ന തെരഞ്ഞെടുപ്പുകളും ഒക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. അങ്ങനൊരു സിറ്റുവേഷൻ നമ്മുടെ കുട്ടിക്ക് നമ്മൾ കൊടുക്കണം. ഇപ്പൊ നമ്മുടെ കുട്ടിക്ക് ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു നെഗറ്റീവ് ട്രൈറ്റ്സ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷെ അത് നമ്മുടെ ആ എൻവയോൺമെന്റ് ആണ് ഡിഫൈൻ ചെയ്യേണ്ടത്. അത് ആ കുട്ടിക്ക് കിട്ടണോ വേണ്ടേ എന്നുള്ളത്. ഒരു ഫസ്റ്റ് റെസ്പോൺസ് ആയി ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു ഏജിലൊക്കെ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ഒരു ഫസ്റ്റ് റെസ്പോൺസ് ആയി ചിലപ്പോൾ വരുന്നത് നമുക്ക് മുന്നേ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ചെറുതിലേ കേട്ട് വളർന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ റസ പറഞ്ഞ പോലെ അവിടെയും അത് തന്നെ ആണോ നമ്മുടെ അടുത്തൊരു റിയാക്ഷനിൽ വരേണ്ടത് എന്നുള്ളത് അത് നമ്മുടെ ചോയ്സ് ആണ്. അത് നമ്മുടെ മേൽ നമുക്ക് കൺട്രോൾ ഉള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഫസ്റ്റ്. അതായത് നമ്മളിൽ നിന്ന് വരുന്ന ഒരു ഇമോഷണൽ റിയാക്ടിവിറ്റി, അതാണ് ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഒരു പോയിന്റ്. അതായത് ഓരോ സിറ്റുവേഷനിലുള്ള നമ്മുടെ റെസ്പോൺസ് എങ്ങനെ വേണം എന്നുള്ളത്. നമുക്ക് ചുറ്റുമുള്ള ഒരു ലോകം നമ്മളോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്താലും നമ്മൾ എത്ര നന്നായി അതിനോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് ഒരു ഒരു വലിയ ചോദ്യമാണ് അവിടെ. അതെ, അതൊരു കുട്ടികൾക്കുള്ള ഒരു നല്ലൊരു ലേണിംഗ് ആണത്. ചിലപ്പോ ഒരുപാട് വഴക്ക് പറയുന്ന പേരൻസ് ആയിരിക്കാം, പെട്ടെന്ന് ദേഷ്യം വരുന്ന പേരൻസ് ആയിരിക്കാം. അത് ആ ഒരു എൻവയൺമെന്റിൽ വളർന്നു വരുന്ന കുട്ടികൾ ചിലപ്പോൾ ഒരു ടൈപ്പ് ഓഫ് കുട്ടികൾ ചിലപ്പോൾ അതുപോലെ തന്നെ വേഗം റിയാക്ട് ചെയ്യുന്ന കുട്ടികളായിരിക്കാം.
എന്നാൽ വേറൊരു തരത്തിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സബ്മിസീവ് നേച്ചർ ആയി പോകുന്ന കുട്ടികളായിരിക്കാം. അപ്പൊ ഇത് രണ്ടും നമ്മുടെ ആ ഒരു നെഗറ്റീവ് ഹാബിറ്റ് കാരണം കുട്ടികളിൽ വരുന്ന ഒരു ഇമ്പാക്റ്റ് ആണ്. അപ്പൊ അവിടെ നമ്മളിൽ നിന്ന് വരുന്ന ഇമോഷണൽ റിയാക്ടിവിറ്റി എന്നുള്ളത് അത് നേരെയാവുക ഓരോ സിറ്റുവേഷനിൽ. ഇപ്പൊ അത് ദേഷ്യം വരുമ്പോൾ മാത്രമല്ല, ഈവൻ നമ്മളൊരു ക്രൈസിസ് ടൈമിൽ നമ്മുടെ റിയാക്ഷൻ ആയിരിക്കാം, നമ്മൾ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഇതായിരിക്കാം. അപ്പൊ ഓരോ സിറ്റുവേഷനിലും നമ്മുടെ ഇമോഷണൽ റിയാക്ടിവിറ്റി എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒരു പോസിറ്റീവ് രീതിയിലാക്കി കൊണ്ടുവരേണ്ട ഒന്നാണ്. അപ്പം എല്ലാരും വിചാരിക്കും നമ്മളിപ്പോ ആ റിയാക്ഷൻ വരുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ആ പണി എടുക്കുന്നത്, പേരൻസ് പ്രത്യേകിച്ച്. ഇത് ഞങ്ങൾ കൂടുതൽ അഡ്രസ് ചെയ്യുന്ന നമ്മുടെ ഒരു ക്രൗഡ് എന്ന് പറയുന്നത് കേൾക്കുന്ന പല ആൾക്കാർ വർക്കിംഗ് പേരൻസ് ആണ്. അതായത് ജീവിതത്തിൽ നല്ലൊരു ശതമാനവും എൻഗേജ്ഡ് ആയി, അതായത് ഭയങ്കരമായി എൻഗേജ്ഡ് ആയി നിൽക്കുന്ന കുറെ തിരക്കുകൾ കൂടിയ ആൾക്കാരാണ്. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സിറ്റുവേഷനിലാണ് അതിനുള്ള വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തെറ്റാണ്. പലരും ചെയ്യാൻ ശ്രമിക്കുന്നതും ആ സിറ്റുവേഷനിലാണ് അവരെന്ത് ചെയ്യുന്നത്. ശരിയാണ്, അടുത്ത വട്ടം ഇങ്ങനെ വരുമ്പോ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ അതല്ല അവിടെ ഇപ്പം മറിയം ഒരു ഷീ ആക്ച്വലി ഗൈഡിങ് അല്ലെങ്കിൽ മെന്ററിങ് പല പേരൻസ്, വളരെ തിരക്കുള്ള വളരെ ബിസി ആയിട്ടുള്ള ആളുകളെ പേരൻസിനെ മെന്റർ ചെയ്യുമ്പം ഈവൻ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു ഫാദറും മദറും ഒരേ വീക്കിൽ തന്നെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യുന്ന പേരൻസിനെ വരെയും മറിയം മെന്റർ ചെയ്യുന്ന ആളാണ്, അത്രയേറെ തിരക്കുള്ള ആൾക്കാര്. അപ്പം പിന്നാണെങ്കിൽ അവിടെ അപ്പൊ എങ്ങനെയാണ് മറിയം ശരിക്കും അവരെ ഒരു ഇമോഷണലി അതിന് റെസിലിയന്റ് അല്ലെങ്കിൽ ഇമോഷണലി അങ്ങനെ കേപ്പബിൾ ആക്കുന്ന, അതൊരു റിയാക്റ്റീവ് അല്ലാതെ. ഇപ്പം നമ്മള് മറ്റേ ഇദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ ഒരു നാസി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്, എൻ്റെ പേരിങ്ങനെ വരുന്നുണ്ട്, പേര് ഓർമ്മ വന്നാൽ ഇവിടെ ആ പേര് ബുക്കും ഇവിടെ കാണിക്കുന്നതാണ്. അപ്പം ആ പുസ്തകത്തിൽ ഒരു നാസി തടവറയിൽ ഇങ്ങനെ ഇട്ടിരിക്കുമ്പം, നാസി തടവറയിൽ ഇട്ടൊരു ജൂതനായിരുന്നു അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എൻഡ് ഓഫ് ദി ഡേ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യണം. ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവസാനിക്കുമ്പം എല്ലാത്തരം സഞ്ചാരം, ചലനം എല്ലാം റെസ്ട്രിക്റ്റഡ് ആണ് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ. ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടക്കുമ്പോൾ പോലും അവരുടെ പ്രവർത്തനങ്ങളോട് എങ്ങനെ പ്രതിപ്രവർത്തിക്കാം, എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഫണ്ടമെന്റലായ ഫ്രീഡമാണ് എന്ന്. ഇതൊരു നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചുറ്റുമുള്ള എന്ത് ആക്ഷനുകൾ വന്നാലും എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. പക്ഷെ ആ തിരഞ്ഞെടുക്കാൻ ആ നിമിഷം നമ്മൾ റെഡിയാകുക എങ്ങനെയാണ്, ആ ഒരു നിമിഷം ഉണ്ടാവില്ല. അപ്പം ഒരു വളരെ തിരക്കുള്ള ആ പേരൻസിൻ്റെ എങ്ങനെയാണ് പറയാ അങ്ങനെ ഒരു ഇമോഷണൽ ലെവലിലേക്ക് എത്തിക്കുന്നത്. ഇപ്പൊ ആരെ സംബന്ധിച്ചാണെങ്കിലും നമ്മളിൽ നിന്ന് വരുന്ന ആ ഒരു റിയാക്ഷൻ, അതായത് ദേഷ്യം ആവട്ടെ, ചിലപ്പോൾ പെട്ടെന്നുണ്ടാവുന്ന സങ്കടം ആവട്ടെ, അത് വരുന്നതിന്റെ ഒരു നമ്മൾ റൂട്ട് കോസ് എടുക്കുകയാണെങ്കിൽ പലരിൽ പലതായിരിക്കും. ചിലർ ഇതുപോലെ വേറൊരു റിയാക്ഷൻ അവർക്ക് അറിയാത്തത് കൊണ്ടാവാം, ചെറുതിലെ ഇത് കണ്ടു വളർന്നു, ആ ഒരു കാര്യം തന്നെ പെട്ടെന്ന് നമ്മളിൽ നിന്ന് അങ്ങനെ വരുന്നതാവാം. മറ്റു ചിലർക്ക് ഇപ്പൊ നമ്മൾ കുട്ടികളോട് ദേഷ്യപ്പെടുന്നതാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ കുട്ടിയിൽ നിന്ന് ഓരോന്ന് കാണുമ്പോൾ, ഇപ്പൊ നമ്മുടെ ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആണ്, ചിലപ്പോ അവരുടെ ചിന്ത പോകുന്നത്, ഓ ഇത് എന്നിൽ നിന്നാണല്ലോ ഇവന് കിട്ടിയത്. അത് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ്. എന്നെ പേഴ്സണലി ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന കാര്യമാണ്, എന്റെ കുട്ടികളിൽ നിന്ന് ഞാൻ ചെയ്യുന്ന ഒരു നെഗറ്റീവ് അവരിൽ നിന്ന് കണ്ടാൽ എനിക്ക് വേറൊരു നെഗറ്റീവ് അവർ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് എന്താണ് ഭയങ്കര പ്രശ്നമാണ്. ബീങ് എ പേരന്റ് ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് പറയാണ്, നിങ്ങള് ഇതിലൊരു മറയില്ലാത്ത കാര്യമാണ്. ഇത് എനിക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത കാര്യം, ഞാൻ ചെയ്യുന്ന ഒരു നെഗറ്റീവ് എനിക്കറിയാം എന്റെ നെഗറ്റീവ് അതെന്റെ കുട്ടി ചെയ്യുമ്പം ഐ ഫീൽ ലൈക്ക് അത്രയും ഹോട്ടഡ് ആവുന്ന, അല്ലെങ്കിൽ അത്രയും മെന്റലി സ്ട്രെയിൻഡ് ആവുന്ന ഒരു മൊമെന്റ് എനിക്ക് വേറെ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു ഒന്നിനും നമ്മളുടെ ആ ഒരു ഹാബിറ്റിനെ അഡ്രസ് ചെയ്യാനായിരിക്കും നമ്മൾ ചിലപ്പോൾ അവിടെ ഹെൽപ്പ് ചെയ്യേണ്ടത്. കാര്യം നമ്മൾ വഴക്ക് പറയുന്ന കുട്ടീനെ ആണെങ്കിലും കുട്ടിയല്ല അവിടുത്തെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റൂട്ട് കോസ് എന്ന് മനസ്സിലാക്കി, ഇപ്പൊ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ കുട്ടിയുടെ ആ ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ കളവ് പറയുന്നു കുട്ടി, അപ്പൊ അവിടെ എങ്ങനെ നമുക്ക് റിയാക്ട് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ വരുന്നത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവുന്നത്. ബേസിക്കലി സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വി ഡോണ്ട് നോ ഹൗ ടു റിയാക്ട്, ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ആ ഒരു കളവിനെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത് എന്ന് അവരെ എക്യുപ്പ് ചെയ്യുന്നതായിരിക്കാം. ചില സിറ്റുവേഷൻസ് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ പേരന്റിന് തന്നെ വർക്ക് ലോഡ് കാരണം സ്ട്രെസ്ഡ് ആവാം, അതിന്റെ റിയാക്ഷൻ ആയിട്ട് ചെറിയ ട്രിഗേഴ്സ് തന്നെ കുട്ടികളിൽ നിന്ന് വരുമ്പോൾ അതുകൊണ്ട് റിയാക്ട് ചെയ്യുന്നതാവാം. അപ്പൊ അവിടെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് വർക്ക് ലോഡ് ആണ്, അല്ലെങ്കിൽ വർക്ക് സ്ട്രെസ് ആണ്. ചിലർപ്പോ ഡിപ്രഷൻ ആവാൻ കാര്യം, അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു വഴിയിലായിരിക്കാം. അപ്പൊ അവരുടെ ഓൺ മനസ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്.
ചിലപ്പോ മറ്റു ചിന്തകളും ഉണ്ടായിരിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മെയ്ഡിനോടുള്ള ദേഷ്യം. ഉം. അതപ്പോ കുട്ടികളും കൂടെ ഇപ്പൊ മെയ്ഡ് നേരെ പ്രോപ്പർലി ചെയ്യുന്നില്ല കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ കുട്ടികളും കൂടെ അങ്ങനെ ചെയ്യാതിരിക്കുന്ന കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. അപ്പൊ അവിടെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ചിന്തകളെ അഡ്രസ് ചെയ്ത് അതിനെങ്ങനെയാ ചലഞ്ച് ചെയ്യേണ്ടതെന്ന് നോക്കി അങ്ങനെ ഓരോ സിറ്റുവേഷനിൽ അതപ്പോ ഒരു തെറാപ്പി റൂട്ടാണ് അല്ലേ? അതെ. അത് എത്ര എത്ര ദിവസം കൊണ്ടാണ് അങ്ങനെ ഒരു ഫേസിലൂടെ ഒരു പേരന്റിനെ കൊണ്ടുപോകാൻ പറ്റുക? ഇറ്റ് ഡിപ്പെൻസ്. ചിലർക്ക് ഇപ്പോൾ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു ജേർണി എന്ന് പറയുന്നത് ദാറ്റ് ഹാസ് ടു ബി കണ്ടിന്യൂഡ്. മിനിമം ഒരു 2-3 മന്ത്സ് കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. 2-3 മന്ത്സ് ഞാൻ പറയുമ്പോൾ ഇറ്റ് ഡിപ്പെൻസ് ഓൺ എന്താ എത്രത്തോളം നാളായി അവർ ഈ ഒരു ഇതിലൂടെ പോകുന്നു, എത്രത്തോളം സിവിയർ ആണ് മാറ്റർ എന്നുള്ള പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് ഇറ്റ് ഇസ് ദെയർ. അപ്പം ഞാൻ ഇവിടെ മനസ്സിലാക്കിയ ഒരു പേരന്റിനെ സംബന്ധിച്ച് അവിടെ എങ്ങനെ പെട്ടെന്ന് ഞാനിപ്പോ നല്ല പേരന്റ് ആയിട്ട് നെക്സ്റ്റ് ടൈമിൽ റിയാക്ട് ചെയ്യാം എന്ന് പറയുന്നതിനപ്പുറം എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി എ തെറാപ്പിസ്റ്റ്. നിങ്ങൾക്ക് വിശ്വാസമുള്ള പരിചയമുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാം. അതല്ലെങ്കിൽ മറിയം ഹെഡി എന്ന ക്രിങ്ക് എന്ന് പറയുന്ന എന്താ പറയാ ഒരു മെന്റൽ ഫാമിലീസിന്റെ വർക്കിംഗ്, എസ്പെഷ്യലി വളരെ ബിസി ആയിട്ടുള്ള വർക്കിംഗ് ഫാമിലീസിന് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് മറിയം ചെയ്യുന്നത്. അപ്പൊ യു ക്യാൻ ആക്ച്വലി കോണ്ടാക്ട് ദം. ആക്ച്വലി അവരുടെ ടീം അതിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അവിടെ ചെയ്യുന്ന ഒരു ഇപ്പൊ ക്രിങ്കില് ചെയ്യുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു നോർമൽ തെറപ്പിസ്റ്റിനെ പോയി കാണുന്നതും ഇവിടെയും വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പൊ ഒരു സിറ്റിംഗ് കഴിഞ്ഞ പിന്നെ കുറെ നാൾ കഴിഞ്ഞ അടുത്ത സിറ്റിംഗ് അങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഓരോ സൈക്കോളജിസ്റ്റും നിങ്ങളുടെ കൂടെ ഒരു മെന്റർ ആയിട്ട് ഒരു കൺസൾട്ടന്റ് ആയിട്ട് കൂടെ കൂടി ഓരോരോ ചേഞ്ച് ചെറുതായിട്ട് ഓരോ വീക്ക് മേക്ക് ചെയ്ത് പോകുന്ന ഒരു ജേർണിയാണ് ആക്ച്വലി ക്രിങ്കിലൂടെ നടക്കുന്നത്. അതിനായിട്ട് അവരൊരു ഫ്രെയിം വർക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അങ്ങനത്തെ റിയാക്ഷൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ നന്നാവുമെന്ന് തീരുമാനിക്കാതെ നിങ്ങളുടെ റൂട്ട് കോസ് മനസ്സിലാക്കി നിങ്ങളൊരു തെറാപ്പിയിലൂടെ അതിനെ ഓവർകം ചെയ്യാണ് വേണ്ടത്. ഇറ്റ് ഈസ് ക്രിങ്ക് ഓർ അതർ വേ, വിച്ച് എവർ വേ യു ഫൈൻഡ് ഇറ്റ് വെൽ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നൊരു നെഗറ്റീവ് സംഗതി കുട്ടിയിലേക്ക് കിട്ടാതിരിക്കാൻ ചെയ്യാവുന്ന ആ ഒരു റിയാക്റ്റീവ് നേച്ചർ നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയാൻ നിങ്ങൾ നിങ്ങളുടെ റൂട്ട് കോസിൽ നിന്ന് വർക്ക് ചെയ്ത് വരാതെ ദർ ഇസ് നോ ഷോർട്ട് കട്ട്. മാഗി നൂഡിൽസ് അല്ല, ഇൻസ്റ്റന്റ് നൂഡിൽസ് അല്ല, എന്താ പറയാ ഇത് മാഗിയുടെ പരസ്യമല്ല ഇത്. എപ്പിയും പറഞ്ഞൊക്കെ അല്ലെ, എപ്പി നൂഡിൽസ് അല്ല. ക്യാമറമാനൊക്കെ എപ്പി നൂഡിൽസ് ആണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ അടുത്ത ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോഴല്ല നമ്മൾ അവിടെ പണിയെടുക്കേണ്ടത്, അതിന് മുന്നേ തന്നെ പണിയെടുത്ത് നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്താൽ മാത്രമാണ് അടുത്തൊരു സിറ്റുവേഷൻ ഒക്കെ അറിയുമ്പോൾ നമുക്ക് കാമായിട്ടിരിക്കാൻ പറ്റുക. അപ്പൊ അതാണ് ഫസ്റ്റ് നമ്മൾ വരുന്ന ഇമോഷണൽ റെഗുലേഷൻ, ഇമോഷണൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു അതിലൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് കുട്ടികളിൽ റിഫ്ലക്ട് ചെയ്യും. അത് അവരുടെ ലൈഫിനും നല്ലൊരു കാര്യമല്ല. അല്ല ആ ഒരു പണിയെടുത്താൽ ഉണ്ടാവുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനത് ഞങ്ങളുടെ ഫാമിലിയിലെ നെഗറ്റീവ്സ് പറയുന്നുള്ളൂ, പോസിറ്റീവ്സും പറഞ്ഞ. ഇപ്പം കഴിഞ്ഞ ദിവസം തോന്നുന്നത് ഈസ ഒരു ഗ്ലാസ് എടുത്തു, കയ്യിൽ നിന്ന് വീണു പൊട്ടി. അപ്പൊ ഡെഫിനറ്റ്ലി പിന്നാണെങ്കിൽ എന്താ പറയാ, ഞങ്ങൾ വളരെ കൂളായിട്ടാണ് എന്ത് ചെയ്തത്, പൊട്ടിയല്ലേ, ആ ഗ്ലാസ് ആയ പൊട്ടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് റിമൂവ് ചെയ്ത് അവിടെ നിന്ന് മാറ്റി ആക്ച്വലി. അപ്പം പ്രത്യേകിച്ച് ഞങ്ങളുടെ അവിടെ ഒരാള് ആള് തന്നെ എല്ലാം തൂത്തുവാരി തുടച്ച് അത് മാറ്റി. അപ്പം ഡെഫിനറ്റ്ലി അങ്ങനെ റിയാക്ട് ചെയ്യാൻ കഴിയുന്ന, ഇപ്പൊ ഞാൻ അങ്ങനെ ആയിരുന്നില്ല മുമ്പ്. ഞാൻ അങ്ങനെ തന്നെ നിങ്ങളുടെ അടുത്ത് പറയാം. കാരണം എന്റെ വീട്ടിലൊരു ഗ്ലാസ് വീണ് പൊട്ടിയാൽ അങ്ങനെ ആയിരുന്നില്ല ഞാൻ പഠിച്ചത്. പിന്നാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ആൾക്കാരുടെ കാലിലൊക്കെ കൊള്ളുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സിവിയറിറ്റിയിലാണ് എല്ലാവരും പെരുമാറിയിരുന്നത്. പക്ഷെ എന്ത് കാലിൽ കൊള്ളുന്നതാണെങ്കിലും ഞാനവിടെ ബഹളം വെച്ചു എന്നുള്ളതുകൊണ്ട് അത് കൊള്ളാതിരിക്കൂല. അപ്പൊ ഞാൻ ബഹളം വെക്കാതെ സമാധാനത്തിൽ പറഞ്ഞാൽ എന്റെ മകൻ അല്ലെങ്കിൽ മകള് പെട്ടെന്ന് അത് ക്ലീനൊക്കെ ആക്കി വൃത്തിയാക്കി ആരുടെയും കാലിൽ കൊള്ളാതെ നിൽക്കും. ഞാനൊരു ബഹളം വെച്ച് കഴിഞ്ഞാൽ അത് അവര് ക്ലീൻ ചെയ്യുമ്പം അവർ കൂടുതൽ സ്ട്രെസ്ഡ് ആയിട്ട് ആരെങ്കിലും ഒക്കെ കാലിൽ കൊള്ളുന്ന രൂപത്തിൽ എന്ത് ചെയ്യും, ക്ലീൻ ചെയ്യും. അവിടെ നമുക്ക് പൊതുവെയുള്ള ധാരണ എന്ന് വെച്ചാൽ നമ്മൾ വഴക്ക് പറഞ്ഞാലേ അവർക്കൊരു സീരിയസ്നെസ് കിട്ടുള്ളൂ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ശരിക്കും നമ്മൾ അവർക്കൊരു മിസ്റ്റേക്ക് വരുത്താൻ ഒരു സ്പേസും എന്നാൽ അവരെ റെസ്പോൺസിബിൾ ആയിട്ട് എക്വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ അവരുടെ ഒരു കാര്യം ശ്രദ്ധിക്കും. അതായത് അടുത്ത വട്ടം എന്നിൽ നിന്ന് ഇത് വരാൻ പാടില്ല എന്ന് മനസ്സുകൊണ്ട് തന്നെ ഡിറ്റർമിനേഷൻ. അത് കഴിഞ്ഞ് ഈസ എന്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറയുന്നത്, അപ്പൊ എനിക്കിപ്പോ എന്താ തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് ഓരോന്നൊക്കെ വീഴുന്നുണ്ടെന്ന് ഈസ ഇങ്ങോട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഐ നെവർ നോട്ടീസ് ദാറ്റ്. അപ്പൊ ഞാൻ എടാ നിന്റെ കൈ നീ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ പൊട്ടിക്കുന്നു എന്നല്ല പറയാൻ. ആ ആള് എന്റെ അടുത്ത് വന്ന് പറയണ എനിക്ക് എന്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോന്ന് വീഴണത് എന്ന് ഇങ്ങോട്ട് ആള് പറഞ്ഞു. അങ്ങനെ വീഴുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ബട്ട് ഹി നോ ദ സിവിയറിറ്റി. അത് വീണ് പൊട്ടിയത് ശരിയായില്ല എന്നുള്ളത്. നമ്മളത് ലൈറ്റ് ആയിട്ട് എടുക്കുന്നു എന്നത് കൊണ്ട് അവരത് ലൈറ്റ് ആയിട്ട് എടുക്കില്ല. ആക്ച്വലി ആ ഒരു സ്പേസ് കൊടുക്കുകയും എന്നാൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ എന്താ അടുത്ത് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അവരെ എക്യുപ്പ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
അപ്പൊ അടുത്ത് നമ്മളിൽ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് വരുന്ന ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ബൗണ്ടറീസ് ആണ്. അത് ഒരു സമയത്ത് ഞാനൊരു ശരി പറയണു, വേറെ സമയത്ത് ഞാൻ തിരക്കായിരിക്കും, സോറി ഞാൻ ചെയ്യരുതെന്ന് പറയണു, വേറെ സമയത്ത് ഞാൻ തിരക്കായിരിക്കുമ്പോ ചെയ്തോളാൻ പറയുന്നു. അതുമല്ല, ഇനി മറ്റൊരു സാഹചര്യത്തില് ഇപ്പൊ റെസ് ഓക്കെ പറയുന്ന സാധനം ഞാൻ റെസ്ട്രിക്ട് ചെയ്യുന്നു. ആ. അപ്പൊ അവിടെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റന്റ് ആവാണ്. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ട് നോ പറയണ കാര്യം ഞങ്ങളുടെ പേരൻസ് എസ് പറയണം. അതിപ്പോ ചിലപ്പോൾ നമ്മുടെ കൺട്രോളിലുള്ള ഒരു കാര്യമാവില്ല, പക്ഷെ എന്നാലും അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആക്ച്വലി അത് ഈവൻ ഗ്രാൻഡ് പേരൻസിനെ പോലും, നിങ്ങളൊരു ജോയിന്റ് ഫാമിലിയിൽ താമസിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ വളരെ സ്ട്രാറ്റജിക്കായി സ്റ്റെപ്പ് എടുക്കാൻ പറ്റും. നമ്മള് എന്താ പറയുക, ജോയിന്റ് ഫാമിലീസിനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ രൂപത്തിൽ സക്സസ്ഫുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. അതിനെ പറ്റി ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്, ചാനൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അതും കാണാം. അപ്പൊ ഇൻകൺസിസ്റ്റന്റ് ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഒരു സൈഡിൽ നിന്ന് അതൊരു ബൗണ്ടറി ആയിട്ട് വരികയാണ്, പക്ഷെ എന്നാൽ അടുത്ത സമയത്ത് അവർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവരുടെ മനസ്സിൽ തന്നെ ഇത് ശരിക്കും ഒരു ബൗണ്ടറി ആണോ അല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അവിടെ ഒരു കൺഫ്യൂഷനേക്കാൾ കൂടുതൽ അവിടെ നടക്കുന്ന ഒരു കറപ്ഷൻ ആണ്. അതെ, അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ, ഇപ്പൊ ഫോൺ തന്നെ നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ കിട്ടിയില്ലെങ്കിലും കുറച്ചുകൂടെ ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും എന്ന് അവർക്കൊരു ഉറപ്പ് വരും. അതല്ല, എന്റെ ഫാദർ ഈ സിറ്റുവേഷനിലാണെങ്കിൽ പോയി തന്നെ ചോദിച്ചാൽ അതെനിക്ക് കിട്ടും. ഇതിന്റെ ഒരു രസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാര്യം ഞാൻ ഫാദറിനോടല്ല മദറിനോടാണ് ചോദിക്കേണ്ടതെന്നും കുട്ടിക്കറിയാം. അതിന്റെ ഒരു കറപ്ഷന്റെ രീതി എങ്ങനെ വെച്ചാൽ, ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ കറപ്ഷൻ എന്ന് പറയുന്നത്. അതായത് പിന്നാണെങ്കിൽ ഒരാള് എന്താ പറയാ, നേരിട്ട് തന്നെ ഒരു കാര്യം, ഒരു ഇല്ലീഗലായ ഒരു കാര്യം പെർമിഷൻ ചോദിക്കണു, ഒരു 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 ഉദ്യോഗസ്ഥൻ അത് നോ പറയുന്നു. ആ ഉദ്യോഗസ്ഥനെ വേറെ രൂപത്തിൽ കൈക്കൂലി ബ്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾക്ക് മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെ ബ്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഇല്ലീഗലായ കാര്യം ലീഗലാക്കുന്നു. ഇതിന്റെ ഏറ്റവും ചൈൽഡിഷ് വേർഷൻ ഓഫ് ദ സംഗതിയാണ് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നത്. ഞാൻ പറയുന്നത് ആ ഒരു സിവിയറിറ്റിയിൽ പറയാണ്. അതായത് ആ സിവിയറിറ്റി മനസ്സിലാൻ വേണ്ടി ഒരു കുട്ടി പഠിക്കണത് എന്താന്ന് വെച്ചാൽ, എനിക്കൊരു കാര്യം ഇല്ലീഗലായ ഒരു സാധനം നടപ്പാക്കാൻ ഒരാൾ നോ പറഞ്ഞാൽ വേറെ ആളുകളുടെ അടുക്കലേക്ക് പോയി എനിക്കത് ഇതാക്കാമെന്ന് ഒരു ഇൻകൺസിസ്റ്റൻസിയാണ് അവിടെ വരുന്നത്. കൂടാതെ അവരുടെ ഒരു വാല്യൂ സിസ്റ്റം, ഇത് ശരിയാണോ, ഇത് തെറ്റാണോ, ഇത് ഞാൻ അവോയ്ഡ് ചെയ്യേണ്ടതാണോ, എനിക്കത് ചെയ്യാവോ, ആ ഒരു വാല്യൂ സിസ്റ്റം ഉള്ളിൽ നിന്ന് ഡെവലപ്പായി വരുന്നതിനെയും അത് അഫക്ട് ചെയ്യും. എപ്പോഴും നമ്മൾ അവരുടെ മേലെ ഇത് ശരി, ഇത് തെറ്റ്, ഇത് ചെയ്യൂ, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത് പേരൻസിന്റെ കിട്ടുന്ന ഒരു സംഗതിയാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അത് അവരുടെ കുട്ടികൾക്കിടയിലെ ഡിസ്ക്രിമിനേഷൻ ആവാം, അവർ മറ്റുള്ളവരോട് കാണിക്കുന്ന ഡിസ്ക്രിമിനേഷൻ ആവാം, ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ സെക്സ്, റേസ്, ജെൻഡർ, അവരുടെ കുട്ടികളുടെ മൂത്ത കുട്ടി, ഇളയ കുട്ടി, ആൺകുട്ടി, പെൺകുട്ടി, ആ ജെൻഡറിൽ വരും അല്ലെ, കാസ്റ്റ്, റിലീജിയൻ, എത്നിസിറ്റി, കൺട്രി, ഇതിലൊക്കെ വരുന്ന തരം ഡിസ്ക്രിമിനേഷൻസ് കുട്ടികൾ പേരൻസിൽ നിന്ന് കണ്ടുപഠിക്കുന്ന, പിന്നീട് അത് ഭയങ്കര നെഗറ്റീവായി വരുന്ന സ്വഭാവമുണ്ട്. ഇതും ഈ ഡിസ്ക്രിമിനേഷനും മറ്റ് പോയിന്റ്സ് നമുക്ക് അടുത്ത വീഡിയോ, കാരണം ക്യാമറമാൻ പറഞ്ഞു ഇരുട്ടായി തുടങ്ങി, സംഗതി ക്യാമറയിൽ വരുന്നത് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം. ബൈ ബൈ.